ഇതാക്കിക്കൊണ്ടിരിക്കാതെ. സന്തോഷായി ഒരുപാട് സന്തോഷമായി. എന്താ പറയണെന്ന് അല്ല ഇത് എനിക്ക് മനസ്സിലായി എങ്ങനെ സംഭവം ഇത്. ഇതാ എനിക്ക് തന്നെയാണോ ഈ സാധനം വാങ്ങിയത്? അല്ല, ഞാൻ വേറെ ആർക്കും കൊടുക്കാൻ വിചാരിച്ചത് അറിയാതെ. ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗേയ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാനെന്താന്ന് ഒറ്റക്ക് വന്നിരുന്നിട്ട് ഇൻട്രോ പറയണമെന്നുള്ളത്. കാരണം ഒന്നുമല്ല, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ പറഞ്ഞാൽ അത്രക്കും സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇതൊരു സർപ്രൈസ് കൊടുക്കൽ വീഡിയോ ആണ്. അതായത് സർപ്രൈസ് ഞാൻ കൊടുക്കും, കാക്കു വാങ്ങും. കാക്കു ഒരുപാട് നാളായിട്ട് ഒരു സാധനം വാങ്ങണം, അല്ലെങ്കിൽ അത് വേണം എന്ന് ആഗ്രഹിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഈ റീലിലൊക്കെ കാണുമ്പോൾ അത് വാങ്ങിയാലോ, ഇത് നമുക്ക് എടുത്താലോ എന്നൊക്കെ പറയും. പക്ഷേ അന്ന് പിന്നെ അതിനെ വലിയ ഇതൊക്കെ എടുക്കൊന്നുമില്ല, അങ്ങനെ കാണുമ്പോൾ പറയുന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ കാക്കുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇത് കൊടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് എനിക്ക് കുറച്ച് ബഡ്ജറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്കത് അന്ന് കാക്കുവിന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ കാക്കുവിന് സ്പ്രേയും ഡ്രസ്സുമായിട്ട് ഞാൻ ഒതുക്കിയത്. പക്ഷേ ഇപ്പോഴും ബഡ്ജറ്റ് ശരിയായി എന്ന് അങ്ങനെയല്ല, ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അൽഹംദുലില്ലാതെ എങ്ങനെയൊക്കെ റെഡിയാക്കി സെറ്റാക്കി. അപ്പോൾ ഇന്ന് നമുക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള സാധനം കിട്ടും. ഇത് കുറച്ച് ദിവസമായി ഇതിൻ്റെ പിന്നാലെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്നത് കയ്യിൽ കിട്ടുന്ന ദിവസമാണ്. അപ്പം ഇനി കാക്കൂന് ഇവിടുന്ന് അറിയാതെ വേണം, എനിക്കിത് കൊറിയർ വഴിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ കാക്കൂനോട് പറഞ്ഞ് എനിക്കൊരു കൊറിയർ വരുന്നുണ്ടെന്ന്, എനിക്കതിൽ നിന്ന് എടുക്കണം പറഞ്ഞു. പക്ഷെ കാക്കൂനെന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്, വേറെ ഉറക്കം ശരിയായിട്ടില്ല, ഇന്നലത്തെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ രാവിലെ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി, അപ്പോൾ അതിനോട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തലവേദനയാണെന്നൊക്കെ പറയുന്നുണ്ട്, വരില്ല, നാളെ പോയി എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് തന്നെ അത് എടുക്കണം, കാരണം അത് അത്ര മൂല്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് പ്രൊമോഷനൊരു സാധനമാണ് വരുന്നത്, അതെനിക്ക് ഇന്ന് തന്നെ എടുത്തേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സാധനം എന്നുള്ളതല്ലേ, എന്താണ് സാധനം എന്നുള്ളത് കാക്കുനെയും കൊണ്ട് തന്നെ ഞാനത് അൺബോക്സ് ചെയ്യിക്കും. കാരണം കാക്കുവിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് കാണണം എന്നുണ്ട്. എന്താണ് കാക്കു അതിൽ അത് കാണുമ്പോൾ ഉള്ളൊരു എന്താ പറയുക, എന്തോ അത് കാണണം എന്നുള്ള എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ കാക്കുനെയും കൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യിക്കും. അപ്പോൾ ആ അൺബോക്സിൽ എന്താണ് ഇത്രയും വലിയ സാധനം എന്നുള്ളത് നിങ്ങൾക്കും കാണാം. ഓക്കെ, അപ്പം നമുക്ക് കാക്കുനെ വലിച്ചുകൊണ്ട് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ പോവാനില്ലേ കാക്കു, ഞങ്ങൾ കൊറിയർ എടുക്കാൻ വേണ്ടി പോവാണ്. എന്താ സാധനം? അത് എൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ പ്രൊമോഷൻ ചെയ്യാൻ വന്ന പ്രൊഡക്റ്റുകളുണ്ട്. എന്ത് ഹെന്നയും ക്രീമും ഒക്കെ പാടെ ചേർന്ന സാധനം. വീട്ടിൽ കൊണ്ടുതരില്ല? ഇല്ല, അത് DTTC വഴി ഓരോ പേജ് വഴി വിടണല്ലേ. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോ ഒന്നും വാങ്ങല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ DTTC വഴിയേ തരുള്ളൂ. സോ നമ്മളത് ഓല് വിളിച്ചിരുന്നു സാധനം എത്തി എന്ന് പറഞ്ഞിട്ട്. അതിന് മുന്നേ കുറച്ച് മുന്നേ വിളിച്ചു. അപ്പോൾ ഓരോ വണ്ടി എത്തിയിട്ടില്ലായിരുന്നു, ട്രാക്ക് ചെയ്യണതിലില്ലേ. അപ്പോൾ പിന്നെ കുറച്ച് മുന്നേ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ് സാധനം എത്തിക്കണു പറഞ്ഞു. അപ്പം നമുക്ക് ഇന്നെ കൈ കൊടുക്കണേ വാങ്ങാം, DTTC അടക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പിന്നെ നാളെ കിട്ടുള്ളൂ. തലവേദന എടുത്തിട്ട് ഞാൻ കിടക്കായിരുന്നു. പ്രശ്നമില്ലെങ്കിൽ നാളെ എടുക്കായിരുന്നു. പക്ഷെ ഹെന്നാക്കോണൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. അതാണ് പിന്നെ എനിക്ക് പിന്നെ ആണെങ്കിൽ എന്താ പറയുക, ഒരു സാധനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ വെക്കാനേ പറ്റൂല, അപ്പൊ തന്നെ എടുക്കണം. അത്രേ ഉള്ളൂ കേസ്. അപ്പോൾ പിന്നെ കുറച്ച് സാധനം എനിക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണം. മൊത്തത്തിൽ ഞാൻ കാക്കുനെ കൊണ്ടോട് ചെല്ല വിചാരിച്ചു. സാരല്ലേ, ഭാര്യക്ക് വേണ്ടിട്ടല്ലേ. കൊറിയർ എടുക്കാൻ പോകാനാണ് ഇത്ര ഷോപ്പിംഗ്. ഓൾക്കേ അവളെ ആവശ്യത്തിനാണെങ്കിൽ അവള് എല്ലാത്തിനും ഇങ്ങനെ സോപ്പിട്ട് നിർത്തും അല്ലേ. എന്റെ ആവശ്യത്തിനാണെങ്കിലോ ഒന്നിനും ഇറങ്ങൂല. അല്ലേ, ഒന്നും പറയണില്ല, നോമ്പെടുക്കണ ആളായതുകൊണ്ട്. എന്നാ പോയിട്ട് നമുക്ക് ഇതിനെടുക്ക്, കുഞ്ഞുമണീനെ എടുക്ക്. എന്നാ പോയിട്ട് നമുക്ക്. അങ്ങനെ ഗേസ് ഞങ്ങൾ DTTC എത്തിയിട്ടുണ്ട് കേട്ടോ. DTTC ഇതിന്റെ ബാക്കിലാണ്.
അപ്പൊ കാക്കു കുട്ടിനെയും കൊണ്ട് ഇവിടെ കാത്തും കൂത്തും ഒക്കെ കണ്ടിട്ടിരിക്കും. ഞാൻ പോയി വാങ്ങിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പൊ നമുക്ക് വാങ്ങിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഞാൻ വേഗം പോയിട്ട് വരാം. ഓക്കെ, നമുക്ക് നമ്മുടെ കൊറിയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊറിയർ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കൊറിയറും വാങ്ങി. ഇപ്പോൾ കാക്കും ലെനമോളും കൂടിയിട്ട് പാല്, വീട്ടിൽ പാലില്ല, പാലും പിന്നെ വേറെ എന്തോന്നും കൂടി ഇല്ലായിരുന്നു, അതും കൂടി വാങ്ങാൻ ഇറങ്ങിയിരിക്കണം. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോയി. പക്ഷെ ഫ്രൂട്ട്സ് കടൻ്റെ അവിടെ പേരും തിരക്ക്, ഈ നോമ്പൊക്കെ ആയതുകൊണ്ട് പേരും ജനം. അപ്പം നമ്മൾ പിന്നെ അവിടെ ഇറങ്ങിയില്ല. ഒന്നാമത്തെ കാര്യം ലെനമോള് കരഞ്ഞുകൊണ്ട് പീച്ചിട്ടായിരിക്കണം. പിന്നെ അവിടെ നിർത്തി കഴിഞ്ഞാൽ തിരക്കുവാണ്. പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ പോയി തിരിച്ച് വന്നപ്പോഴത്തേനും അവിടെ ഫുൾ തിരക്കായി. നമ്മൾ കൂടി അവിടെ ഇട്ടിരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പെട്ടേന്. അപ്പോൾ കാക്കും ലെനമോളും കൂടിയിട്ട് പാല് വാങ്ങാൻ പോയിക്കണ്. അപ്പോൾ എന്തായാലും സംഭവം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. കാക്കുവിന് എന്താണെന്ന് ഇതുവരെ അറിയില്ല. കാക്കു വിചാരിച്ചേക്കണ മെയിലാഞ്ചിയാണ് ഇതിൻ്റെ ഉള്ളിൽ, പിന്നെ എന്താ ക്രീമാണ്, അങ്ങനെയൊക്കെ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുകയാണ്. കാക്കു പറഞ്ഞ് എനിക്ക് വയ്യ വരാൻ. ആദ്യമൊക്കെ അങ്ങനെ പറഞ്ഞു എനിക്ക് വരാനൊന്നും വയ്യൊക്കെ ഭയങ്കര തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് വായോ കാരണം നാളേക്ക് ഇത് ചിലപ്പോൾ ഒരു റിട്ടേൺ അയക്കും എന്നൊക്കെ പറഞ്ഞ് അവസാനം വിളിച്ച് വരിച്ച് കൊടുന്ന്. കാക്കുവിന് അറിയില്ലല്ലോ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം എന്താണെന്നുള്ളത്. സോ നമുക്കിനി വീട്ടിൽ പോയിട്ട് കാക്കുവിനെയും കൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഇത് അൺബോക്സ് ചെയ്യിക്കണം. അപ്പോൾ ഇതൊരു എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് ഒക്കെ കാണാം. ഓക്കെ, രണ്ടെണ്ണം അവിടെ നിൽക്കണുണ്ടോ, ഒന്ന് ഒക്കത്തിരിക്കണുണ്ടോ, കാക്കും കുട്ടിയാണ് അത്. വരുന്നുണ്ട് രണ്ട് വരുന്നുണ്ട്, കയ്യിലൊന്നുമില്ലാതെ വരുന്നുണ്ട്. അതാ പോണ് പൈസ എടുക്കാൻ വന്നാണ് കേട്ടോ. അങ്ങനെ കേസ് നമ്മുടെ സാധനം എന്താ കേട്ടോ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് പോയിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി ഇനി നമുക്ക് ആ വീഡിയോയിൽ കാണാം. ഞങ്ങൾ സാധനം കൊണ്ടൊക്കെ വീടെത്തി. സാധനം എന്താ പിന്നെ അത് കത്തിയാണ് കേട്ടോ. ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, മകറിയാം എന്തായാലും. അപ്പം നമുക്ക് ഇനി ഇത് കാക്കുവിനെ കൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യണം. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് പ്രൊമോഷൻ്റെ സാധനമാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് കാക്കുവിനെ ഇത് അൺബോക്സ് ചെയ്യണം, എന്നാലാണ് എനിക്ക് വീഡിയോ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കണം. അപ്പം ഞാൻ വീഡിയോ എടുക്കും, അപ്പോൾ കാക്കുവിനെ കൊണ്ട് അൺബോക്സ് ചെയ്യിക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കണത്. നടന്നാൽ മതി, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും അൺബോക്സ് ചെയ്യണൊക്കെ കൊള്ളാവും. അപ്പം നമുക്ക് കാക്കുവിനെ വിളിക്കണ്ടേ, എവിടെ എന്തോ ബാത്റൂമിൽ കയറി എന്തോ. കാക്കുവോ ഒന്നിങ്ങോട്ട് വായോ, ഇതൊന്ന് അൺബോക്സ് ചെയ്യണം. അത് എനിക്ക് പ്രൊമോഷൻ ചെയ്യാനുള്ള കാരണോണ്ടേ പ്രൊമോഷന്റെ ഇത് എനിക്ക് പ്രൊമോഷന്റെ ഇതിൽ പെടുത്തണത് എന്താ പൊളിച്ചിട്ട് ഇത് എടുക്കണൊക്കെ. അപ്പൊ അതിന് ഇത് കാക്കു വേണം ഒന്ന് പൊളിച്ചു തരാം. ഞാൻ വീഡിയോ എടുക്കാം. ആ കൊറേ സാധനങ്ങളുണ്ട്, 1 2 3 സാധനങ്ങളുണ്ട്. എണ്ണയുണ്ട്, ക്രീം, അങ്ങനത്തെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു പേജിൽ തന്നെ കിട്ടിയതാണ്. ഒരു അറ്റത്തുനിന്ന് അങ്ങോട്ട് പൊട്ടിച്ചോക്ക്. കുറുക്ക് വേണോ? കുറുക്ക് ഉമ്മാക്കുള്ള ബബിൾ ഡ്രോപ്പ് ഇത് ഇരിക്കുകയാണ്. ബബിൾ ഡ്രോപ്പ് ഒക്കെ ആക്കിയാണല്ലോ വിട്ടുകൊണ്ടതൊക്കെ. ഉമ്മാക്കുള്ള ബബിൾ ഡ്രോപ്പ് ഒക്കെ ഉണ്ട്. ന്യൂസ് പേപ്പർ മാത്രമേ ഉള്ളൂ റബ്ബേ ഇതില്. കൊറേ കവറേ ഉള്ളൂ. ഫോൺ എങ്ങനെയുണ്ട്? ഫോൺ ഇതെങ്ങനെ? അത് ഫോണൊന്നല്ല, അത് അങ്ങനെ വീടും. സർപ്രൈസ്. ഇതെങ്ങനെ മനസ്സിലായില്ലേ? എന്തോ കൊണ്ട് നോക്കട്ടെ. ഇതെങ്ങനെ സംഭവം മനസ്സിലായില്ലേ? പിന്നെ പറഞ്ഞുതരാ, അൺബോക്സ് ചെയ്യേ വേഗം. അൺബോക്സ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം.
കവറ് ഗ്ലാസ് ഫോൺ തന്നെ സാധനം യാ നോക്ക് അൺബോക്സ് ചെയ്യ നോക്കട്ടെ അൺബോക്സ് ചെയ്യാൻ വെക്കോന്ന് 17 Pro Max. യാ യാ ഇതെങ്ങനെ മനസ്സിലാവുന്നില്ല ഇതെന്ത് സംഭവം എന്ന് പറ പറഞ്ഞുതരാ ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കട്ടെ ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ വെക്കോന്ന് ഇത് എനിക്ക് മനസ്സിലായത് എങ്ങനെ സംഭവം ഇത് ഇതാ എനിക്ക് തന്നെയാണോ ഈ സാധനം വാങ്ങിയത് അല്ല ഞാൻ വേറെ ആർക്കും കൊടുക്കാൻ വിചാരിച്ചത് അറിയാതെ 17 Pro Max. താരാ ഇതെന്തിനിപ്പോ വാങ്ങിയത് എനിക്ക് മനസ്സിലായില്ല തെളിച്ച് പറ ആദ്യം ഇതെന്താന്ന് തെളിച്ച് പറയാനാണെങ്കിൽ കാക്കുനിക്ക് ബർത്ത്ഡേക്ക് ഒന്നും തരാൻ പറ്റിയില്ല സംഭവം ബർത്ത്ഡേ കഴിഞ്ഞിക്കണ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2-3 പെർഫ്യൂം ഒക്കെ തന്നത് അതെ ആ ചെറിയ ഗിഫ്റ്റിൽ ഒതുങ്ങി പോയി അത് കൊണ്ട് ഒരു വലിയ ഗിഫ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചു അന്ന് എൻ്റെ അടുത്ത് ബഡ്ജറ്റ് അത്രക്ക് നെയ് മാലു ആയിരുന്നു ഇന്നിപ്പോ അത്രക്ക് ഉണ്ടെന്നല്ല കുറച്ച് കഷ്ടപ്പാടുണ്ട് വേറെ നമ്മള് പറയണ്ടേ അതെ ബാക്കി അടക്കാണ്ട് അല്ല നിങ്ങൾക്കും ഇതറിയായിരുന്നു അപ്പൊ മക്കളെ നോക്കി നോക്ക് ബർത്ത്ഡേക്ക് എന്താ പറയാനില്ല ബർത്ത്ഡേക്ക് എനിക്ക് ഇവിടെ തന്ന സാധനം എന്തൊക്കെയായിരുന്നു പെർഫ്യൂമും ഡ്രസ്സും ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അത് പോരാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഫോണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്കനോട് ഇറങ്ങിയ സമയത്ത് തന്നെ പറയുന്നത് ഇൻഷാ അല്ലാ ഈ ഒരു ഫോണെങ്കിലും എനിക്ക് പുതിയ സാധാരണ എൻ്റെ ഇരിക്കുന്നത് ഒരു 14 Proന്റെ ഫോണാണ് കേട്ടോ ഞാൻ ഇത് ഗൾഫിൽ നിന്ന് എടുത്ത ഫോണാണ് അപ്പോൾ ഞാനിപ്പോഴും എടുക്കുന്നത് പുതിയ ലൈനപ്പ് വരുമ്പോൾ ഞാൻ അതിൻ്റെ തൊട്ട് പിന്നത്തെ ലൈനപ്പാണ് ഫോൺ എടുത്തുകൊണ്ടിരുന്നത് കാരണം അപ്പോൾ വില കുറയല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ 17 സീരീസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ഫോണാണ് ഈ ഒരു സാധനം അപ്പോൾ ഇത് ഫോൺ ഇറങ്ങിയപ്പോൾ സെപ്റ്റംബറിൽ തന്നെ ചക്കനോട് പറഞ്ഞത് ഇൻഷാ അല്ലാ എന്തെങ്കിലും ഈ ഒരു ഫോൺ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇത് എടുക്കണമെന്ന് ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ആവുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല താങ്ക് യു വിളിക്ക് നോക്കട്ടെ വിശ്വസിക്കാൻ പറ്റുള്ള സംഭവം പ്രാങ്കൊന്നും അല്ലല്ലോ ഇതിന് പ്രാങ്ക് എന്തൊക്കെ ഭ്രാന്തല്ലേ ഐഫോണിന്റെ കേസും അത് ക്ലാസ് ഒക്കെ വാങ്ങിയിട്ട് എനിക്ക് ഭ്രാന്താണ് ആ ഫോണ് പൊട്ടിക്കല്ലേ എങ്ങനെ കൊണ്ട് സർപ്രൈസ് സർപ്രൈസിൽ നിൽക്കാണ് പൊട്ടിക്കാൻ ഞങ്ങള് കണ്ടിട്ടില്ല ഇതിന്റെ ഉള്ളിൽ എന്താന്ന് നോക്കട്ടെ പൊട്ടിക്കല്ലേ പൊട്ടിക്കോ എന്താ നോക്ക എന്താ പൊന്നേ നോക്കട്ടെ തുറക്കട്ടെ കൊള്ളാമോ കൈകോട്ടു എല്ലാരും ഓണായിട്ടുണ്ട് ഗേസ് ഡമ്മി അല്ല ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ സാധനം തന്നെയാണ് അതെ നമ്മി തന്ന് പറ്റിക്കോ ഞങ്ങള് താങ്ക് യു ഇത്ര പറയാനുള്ളൂ അല്ലാതെ ഒന്നും പറയാനില്ല ഫോൺ ഓണായിട്ടുണ്ടോ ഫോൺ ഓണായിട്ടുണ്ട് അതിന്റെ ഫേവറേറ്റ് കളർ ഓറഞ്ച് ഈ ലൈനപ്പിലെ ഏറ്റവും ലേറ്റസ്റ്റ് കളറാണ് കേട്ടോ ഈ ഓറഞ്ച് അപ്പൊ നീ ഇത് മറന്നില്ലല്ലേ ഇത് മനസ്സിൽ തന്നെ ആലോചിച്ച് വെച്ചിരുന്നുണ്ട് ഓ മോനെ മാഷാഅല്ലാ അല്ല ഇനി അതവിടെ വെക്കട്ടെ ഇത് എങ്ങനെ റെഡിയാക്കി ഇതൊന്ന് പറയാ തെളിച്ച് പറയാ എങ്ങനെ റെഡിയാക്കി വെച്ചാ എങ്ങനെ അല്ലാതെ ഇപ്പൊ ഞാൻ അറിയാതെ എങ്ങനെ റെഡിയാക്കി പൈസ ഒക്കെ എവിടെ നിന്നപ്പോ പൈസ പറഞ്ഞില്ല കുറച്ച് കൊടുക്കാണ്ട് നമ്മള് EMI ആയിട്ട് എടുക്കുന്നു എന്തിനപ്പ അതിനൊക്കെ നിന്നത് നീ അത് പറഞ്ഞിട്ട് കാര്യമല്ലോ ഇനി എന്താ അതിനൊക്കെ റേറ്റ് അധികമാകും അപ്പോഴത്തേന് നമ്മള് വേടുത്ത് എന്ത് പറയണെന്ന് ശരിക്കും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോ
കേബിള് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. ചാർജർ നമ്മൾ ഇതിന് ഉപയോഗിക്കണത് മതിയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ചാർജറിന് തല്ലൂടണ്ടല്ലോ, ആകെയുള്ള പ്രശ്നം ഇവിടെ അതാണ്, ഊരിയിട്ടും വെച്ചിട്ടും. ഒരുപാട് സന്തോഷമായി. അറിയില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് ആണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാ നിനക്ക് തന്ന ബർത്ത്ഡേക്ക് വരായിരുന്നില്ലേ? ബർത്ത്ഡേക്ക് ബഡ്ജറ്റ് പ്രോബ്ലം ആയിരുന്നു. പിന്നെ ബഡ്ജറ്റ് പ്രോബ്ലം മാത്രല്ല, ഞാൻ ഇൻ്റോടെ കുറെ അങ്ങനെ ഇങ്ങനെ കുറച്ച് അത് ഇതായി. ഇതന്നെ ഇപ്പൊ ഞാൻ കാക്കു അറിയാതെ ഒപ്പിച്ചില്ലേ. ഇതന്നെ ഒപ്പിക്കാൻ കാക്കു അറിയാതെ ഒപ്പിക്കാൻ പറ്റ പാടാപാട് എനിക്കറിയുള്ളൂ. അപ്പൊ ഇതാണല്ലേ ഇന്നലേക്ക് പിന്നെ എന്തോ വിളിച്ചിട്ട് പിന്നെ എപ്പോഴെത്തും എന്നത്തൊന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന സംഭവം. അല്ല മെഹന്തി വരുന്നേ ഞാൻ എന്തിനു വിളിച്ചു ചോദിക്കണത്? അതെപ്പോഴായാലും എത്തുന്നൊക്കെ അറിയാലോ. ഇത് നമ്മൾ അങ്ങനെയല്ല, പൈസ കൊടുത്ത് മുടക്കി ഇത് ഇത്രയും ലേറ്റസ്റ്റ് ഫോൺ എത്തുമ്പോ നമ്മള് ടെൻഷൻ ആവും. എത്തിയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ബാക്ക് കേസ് ഒക്കെ നോക്കി നോക്ക്. അതിന് വേണ്ടിട്ട് ബാക്ക് കേസ് ഇഷ്ടായോ? അടിപൊളി, ഒന്നും പറയാനില്ല. ഞാൻ കളർ ആദ്യം വേറെ വൈറ്റ് എടുത്താലോന്ന് വിചാരിച്ച്, പിന്നെ അല്ല ഓറഞ്ച് ആവും കാക്കോന് ഇഷ്ടം. ശരിക്കും എന്റെ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞ ഈ ഒരു കളറാണ് കേട്ടോ. നോക്കി നോക്കി, ഓറഞ്ച് കളർ തന്നെയാണ് ഞാൻ ഇറങ്ങിയപ്പോ എടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതും. അതേപോലെ തന്നെ ഈ ഒരു മോഡലും ഒരു എന്റെ ഇപ്പൊ ഇരിക്കുന്നത്, നിലവിലിരിക്കുന്നത് പ്രോയാണ് എന്റെ ഇരിക്കുന്നത്, 14 പ്രോയാണ് എന്റെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇനി എടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ സൈസ് ഒരു പ്രോ മാക്സ് സീരീസ് എടുക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തായാലും ഇത്ര പെട്ടെന്നാവുന്ന ഞാൻ എന്താ പറയണമെന്ന് അറിയാൻ പറ്റുന്നില്ല ചക്കരെ. എന്നാലേ എന്തല്ലേ ഇതെന്താ സാധനം? ഏതാ ഇത്? അത് ക്ലാസ്. ആ അത് ശരി, അതും ഇതിന്റെ ഒപ്പം തന്നു. അതും അതിന്റെ ഒപ്പം വെക്കാൻ പറഞ്ഞേ. നമ്മളവിടെ പോയി എടുക്കല്ലോ. സ്ക്രീൻ ഗാർഡ് ഇതിൽ കൊറേ പ്രശ്നമാണ്. കാരണം ട്രസ്റ്റബിൾ ആണോ നോക്കണം, എല്ലാം ഒരു വഴി ടെൻഷനായിരുന്നു. എന്തായാലും ഫോണ്, അതിന്റെ ഗ്ലാസ്, അതിന്റെ കവറ് എല്ലാ സാധനമായിട്ടാണ് കേട്ടോ വാങ്ങിക്കണത്. എന്തായാലും മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇങ്ങോട്ട് ഭാര്യനെ എവിടെയെങ്കിലും കിട്ടുക കാക്കൂന്? എവിടെ കിട്ടൂല പറയാ ആക്കിക്കൊണ്ടിരിക്കാതെ. സന്തോഷായി ഒരുപാട് സന്തോഷമായി. എന്താ പറയണെന്ന് അറിയണ്ടോ? അല്ല, ഇത് കൊറിയർ എടുക്കാൻ പോകുമ്പോ ഒരാള് പറഞ്ഞിട്ടോ, എനിക്ക് തലവേദനയാണ്, വാണം ഇയാണ്ട് ഒറ്റക്ക് പോയി എടുത്തോ. ശരി, സർപ്രൈസ് അങ്ങനെ മനുഷ്യന്മാര് തരാം. അവിടെ കൊറിയർ അല്ല, എന്നോട് അവിടെ എത്തിയിട്ട് പറഞ്ഞു പിന്നെന്ത് എന്താണ് കാക്കു പോയി എടുത്തിട്ട് വന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇല്ലല്ലോ, ഒന്നാമത്തെ കാര്യം ഇവിടെ പാർക്കിംഗ് ഇല്ല, നീ എന്നാ പെട്ടെന്ന് പോയി എടുത്തിട്ട് വന്നു, ലേറ്റ് ആക്കരുത്, വേഗം പോയി എടുത്തിട്ട് വന്നാണ് ഞാൻ പറഞ്ഞത്. എടുത്തിട്ട് വന്നപ്പോൾ ഇത്ര വലിയ ബോക്സ് ആണ്. അപ്പോഴും ഞാൻ ചോദിച്ചിട്ട് എന്താ ഇതിന് വേണ്ടിയുള്ള സാധനം? അപ്പോഴും പറഞ്ഞു പ്രൊമോഷൻ ചെയ്യാനുള്ള സാധനമാണ്, ഹെന്നാക്കോണാണ്, പിന്നെ എന്തോ പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷെ അറിയില്ല അതിന്റെ ഉള്ളില് ഈ ഒരു മുതലാണ് ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കണത്. എന്തായാലും അതുകൊണ്ടല്ലേ കാക്കുന്റെ കയ്യിൽ തരാതിരുന്നേ. എന്റെ കയ്യിൽ ഇവിടെ തരുന്നില്ല ഈ സാധനം. ഇവിടെ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു പിന്നെ എടുത്തോണ്ട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഇല്ല അവിടെ ഇരുന്നോട്ടെ വീട്ടിൽ പോയിട്ട് എടുക്കാം എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ പൊട്ടിക്കാൻ നേരത്തെ എന്നെ വിളിക്കുകയും ചെയ്തു. അപ്പോഴാണ് ചോദിച്ചാൽ പറഞ്ഞത് എന്ത് കാക്കു പൊട്ടിക്ക് അവള് വീഡിയോ എടുത്തു തരാമെന്ന്. എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി ഇതേക്കുള്ള എനിക്കൊന്നും പറയാനില്ല. പറയാൻ പറ്റുന്ന അങ്ങേറ്റവും ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമ്മളെ സർപ്രൈസ് അതല്ല പറയാൻ വന്നി. സർപ്രൈസ് എന്തായാലും ഒത്തു കേസ്, കാരണം കൊളായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴെങ്കിലൊക്കെ എടുക്കണം എന്ന് ആഗ്രഹിച്ചൊരു ഫോണാണ്. കാരണം അതിനുള്ള പ്രൈസ് ഇതിനുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലേറ്റസ്റ്റ് മോഡൽ എടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ അതെന്തായാലും സാധിച്ച് തന്നതിന് ഒരുപാട് നന്ദി. ഇത്രേ പറയാനുള്ളൂ. ഇനി അധികം ഞാൻ ഒന്നും പറയാനില്ല. പറഞ്ഞെന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ.